പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വിശുദ്ധ സഭായോഗ മധ്യേ നമ്മൾ വായിച്ച തിരുവചന ഭാഗം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായമാണ്. 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ ആദ്യത്തെ വചനത്തിൽ തന്നെ കാണുന്നത് ഇങ്ങനെയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, കാണാപ്പാടം അറിയാവുന്നൊരു വാക്യമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവമാണ് ആകാശവും ഭൂമിയും സകലത്തെയും സൃഷ്ടിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സംശയമുള്ളവർക്ക് മർക്കോസ് 13:19, വെളിപ്പാട് 10:7, 14:7, 4:11, അപ്പസ്തല പ്രവൃത്തി 14:15, ആവർത്തനം 4:32, അപ്പസ്തല പ്രവൃത്തി 4:24, സങ്കീർത്തനം 33:6 വാക്യം, 115:15 വാക്യം, ഉൽപ്പത്തി 37:9-10 വാക്യം, 2 രാജാക്കന്മാർ 19:15 വാക്യം, സങ്കീർത്തനം 124:8 വാക്യം, 134:3 വാക്യം, നെഹമ്യാവ് 9:6 വാക്യം, ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 26 വാക്യങ്ങൾ, 10-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, ഏശയ്യ 45:18 വാക്യം, ജോബ് 38:6 വാക്യം, നെഹമ്യാവ് 9:6 വാക്യം, 2 ദിനവൃത്താന്തം 2:12 വാക്യം എന്നിത്യാദി അനേകം വചനങ്ങൾ ദൈവമാണ് സൃഷ്ടിച്ചത്, സകലത്തെയും സൃഷ്ടിച്ചത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം, ഈ 1-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി വചനം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ വിവിധ ഇടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദൈവമാണ് സൃഷ്ടിച്ചത്. അത് നമ്മളത് പഠിച്ചു പോകുമ്പോൾ, വായിച്ചു പോകുമ്പോൾ കിട്ടുന്ന വാക്യങ്ങളെ ഇങ്ങനെ പെൻസിൽ കൊണ്ട് ആ വാക്യത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ സൈഡിലൊക്കെ എഴുതിയിടും. ആ വാക്യങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിപ്പ് നടത്തുമ്പോൾ സകലത്തിനും മതിയായവനായ ദൈവം ഈ ഭൂമിയെയും പ്രപഞ്ചത്തെയും അല്ലെങ്കിൽ അതിലുള്ളതൊക്കെയും മനോഹരമായി സൃഷ്ടിച്ചു. ദൈവം അതിനെ അനുഗ്രഹിച്ചു എന്നൊക്കെ നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസം, 7-ാം ദിവസം എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ദിവസങ്ങളിൽ സൃഷ്ടിപ്പ് നടത്തി 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ളൊരു നിലയിൽ ദൈവം സൃഷ്ടിപ്പ് നടത്തുകയാണ്. നമുക്കൊരു വാക്യം വായിക്കാം. POC ബൈബിളിലാണ് അതിൻ്റെ പൂർണ്ണമായ ഒരു അർത്ഥം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് POC ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവം അരുളി ചെയ്തു, ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭൂമിയിൽ നിന്നും ദൈവം സൃഷ്ടിച്ചവ. 20-ാം വാക്യം കൂടി വായിക്കാം. ദൈവം വീണ്ടും അരുളി ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. അപ്പൊ ഭൂമിയിൽ നിന്നും ചിലതൊക്കെ ദൈവം പുറപ്പെടുവിച്ചു, വെള്ളത്തിൽ നിന്നും ചിലതൊക്കെ ദൈവം പുറപ്പെടുവിച്ചു. നമുക്കറിയാം, ഇന്ന് ഭൂമിയിൽ നിന്നും സമുദ്രത്തിൽ നിന്നും അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നും ദൈവം എന്തൊക്കെയാണ് സൃഷ്ടിച്ചത് എന്ന് ഇന്ന് മനുഷ്യൻ പോലും അത് കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയ്ക്ക് വൈവിധ്യമായ കാര്യങ്ങളാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലേ? നമ്മളോട് ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അറിയാം. ദൈവം സൃഷ്ടിച്ച കടലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? അറിയാം. എന്താണ് കടൽ എന്ന് ചോദിച്ചാൽ, കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ പറയും, ഇങ്ങനെ തിരമാലകൾ വരുന്ന വെള്ളത്തിൽ കളിക്കാൻ പറ്റുന്ന ഒന്നാണ് സമുദ്രം, അല്ലേ? പക്ഷേ ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക്, ആഴത്തിലേക്ക് പോകുന്ന ചില വ്യക്തികളുണ്ട്. അതിൻ്റെ ഏറ്റവും ആഴത്തട്ടിലേക്ക് പോയി അതിൻ്റെ അടിയിൽ എന്താണെന്ന് കാണുന്നവരുണ്ട്, അല്ലേ? വൈവിധ്യമാർന്ന, നമുക്കറിയാം ഡിസ്കവറി ചാനലൊക്കെ ഉള്ളത് കൊണ്ട് സമുദ്രത്തിനടിയിൽ വാസ്തവമായി എന്തൊക്കെയാണ് ഉള്ളതെന്ന് അല്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ, ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചതെന്ന് നമുക്കറിയാം. ഒരു കൊച്ചുകുട്ടി കടലിൽ നോക്കുന്നത് പോലെയുള്ളൂ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്കുള്ള അറിവ്. പക്ഷെ അതിൻ്റെ ആഴങ്ങളിലേക്ക് കയറുമ്പോഴാണ് വൈവിധ്യമാർന്ന അത്ഭുതപ്പെടുത്തുന്ന സൃഷ്ടിപ്പുകളെ ദൈവം നടത്തിയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, കരയിൽ നിന്നും ഭൂമിയിൽ നിന്നും ദൈവം സൃഷ്ടിച്ചു, അപ്പോൾ തന്നെ വെള്ളത്തിൽ നിന്നും ദൈവം ഇന്ന കാര്യങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുകയാണ്, അല്ലേ? അപ്പോൾ വെറും പാഴും ശൂന്യമായിരുന്ന ഈ ഭൂമിയെ ദൈവം പുനർക്രമീകരിച്ച് അതിൽ ഭൂമിയിൽ നിന്നും ചില കാര്യങ്ങളെ ദൈവം ഉൽപ്പാദിപ്പിച്ചു, സമുദ്രത്തിൽ നിന്നും ചില കാര്യങ്ങളെ ദൈവം പുറപ്പെടുവിച്ചു. എങ്കിൽ മനുഷ്യരായ നമ്മിൽ നിന്നും ദൈവം എന്താണ് പുറപ്പെടുവിച്ചത്, അല്ലെങ്കിൽ ദൈവം എന്താണ് പുറപ്പെടുവിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ ചിന്ത എന്നെ വല്ലാതെ ചിന്തിപ്പിക്കാനിടെ ആയിത്തീർന്നു, അല്ലേ? പാഴും ശൂന്യവുമായി കിടന്നിരുന്ന ഒരു വസ്തുവിൽ നിന്നും ദൈവം ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് നാം ആകുന്ന വ്യക്തി ജീവിതങ്ങളിലൂടെയും ചില കാര്യങ്ങളെ സൃഷ്ടിക്കുവാനും നമ്മളിലൂടെ ചിലതൊക്കെയും പുറത്തു കൊണ്ടുവരുവാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പലപ്പോഴും
ദൈവം നമ്മെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവോ ആ സൃഷ്ടിപ്പിനൊത്തവണ്ണം നമ്മളിൽ നിന്നും എന്തെങ്കിലും ഫലങ്ങളോ ദൈവത്തിന് ഉപകാരപ്പെട്ട ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ പുറപ്പെടുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 11ഉം 20ഉം വാക്യത്തെ ആസ്പദമാക്കി അത് സത്യവേദ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ആ ആശയം കിട്ടുന്നില്ല. ദൈവം സൃഷ്ടിച്ചുവെന്നേ കാണുന്നുള്ളൂ. പക്ഷേ ഭൂമിയിൽ നിന്നും ദൈവം സൃഷ്ടിച്ചവ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നാണ് അത് സൃഷ്ടിച്ചത്. സമുദ്രത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നും ദൈവം സൃഷ്ടിച്ചവ എന്ന് പറയുമ്പോൾ ആ വെള്ളത്തിൽ നിന്നും ദൈവം എന്ത് ചെയ്യുകയാണ്? സൃഷ്ടിപ്പ് നടത്തുകയാണ്. അപ്പോൾ നാം എന്ന വ്യക്തിയിൽ നിന്നും ദൈവം എന്താണ് സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നത്, പുറപ്പെടുവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മളെക്കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവം സൃഷ്ടിച്ചത് പാഴും ശൂന്യവുമായി ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് ദൈവം സൃഷ്ടിച്ചത്, അല്ലേ? എന്തെങ്കിലും ഉണ്ടായിട്ട് അതിൽ നിന്നും സൃഷ്ടിച്ചതല്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം സൃഷ്ടിച്ചുവെങ്കിൽ ഒന്നുമില്ലാത്ത നമ്മളെ കൊണ്ടും ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലായിരിക്കുന്നു, ഞാൻ ഒന്നുമല്ല എന്നുള്ള ആ ബോധ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ നമ്മിൽ നിന്നും ദൈവം എന്ത് ചെയ്യും? ചില വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് കഴിയും. നമുക്ക് ഏതാനും വാക്യങ്ങളെ നമുക്കൊന്ന് വായിക്കാം. നമ്മൾ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നേരത്തെ നമ്മൾ ചിന്തിച്ചു, ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചവയുണ്ട്, വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചവയുണ്ട്. എന്നാൽ ക്രിസ്തുവിൽ സൃഷ്ടിച്ച ഒരു കൂട്ടം ജനമുണ്ട്. അതാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, അതായത് നമ്മൾ, അല്ലേ? നമുക്കൊന്ന് രണ്ട് വാക്യങ്ങളെ വായിക്കാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യം വായിച്ചതിന് ശേഷം 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും ക്രിസ്തുവിൽ നമ്മെ ഉയർപ്പിച്ചു എന്നാ പറയുന്നത്, അല്ലേ? നമുക്കൊന്ന് വായിക്കാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അവസ്ഥ എന്തായിരുന്നു നമുക്ക് മനസ്സിലായി. ഒന്നിനും കൊള്ളരുതാത്തവരായി, പാപത്താലും അതിക്രമങ്ങളാലും നിറഞ്ഞവരായി, ദൈവമില്ലാതെ സ്വർഗം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ, വെറും പാഴും ശൂന്യമായി കിടന്നിരുന്ന അവസ്ഥയിൽ കിടക്കുന്ന പോലെ കിടന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ക്രിസ്തുവിൽ നമ്മെ ദൈവം ചെയ്തു, ഒരു പുനഃസൃഷ്ടി നടത്തി എന്നുള്ളത് വാസ്തവമായി നമ്മൾ മനസ്സിലാക്കണം. 10-ാം വാക്യം വായിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ക്രിസ്തുവിൽ നമ്മെ സൃഷ്ടിച്ചത്? നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു യേശുവിൽ നമ്മെ സൃഷ്ടിച്ചത് സൽപ്രവൃത്തികൾക്കായിട്ടാണ് സൃഷ്ടിച്ചത്. ചില പ്രവൃത്തികളെ ചെയ്യുവാൻ, ചില ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അല്ലാതെ പാഴും ശൂന്യവുമായി ഇരിക്കുവാനല്ല, അല്ലെങ്കിൽ യാതൊരുവിധ ഫലവുമില്ലാതെ ഫലരഹിതരായിരിക്കുവാനല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ക്രിസ്തുവേശുവിൽ ദൈവം നമ്മെ സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് നമുക്കവിടെ വായിക്കുവാൻ കഴിഞ്ഞത്. 2 കൊരിന്ത്യർ ലേഖനം 5-ന്റെ 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു, ഭൂമിയിൽ നിന്നും വെള്ളത്തിൽ നിന്നുമൊക്കെ ദൈവം ചില പുതിയ കാര്യങ്ങളെ സൃഷ്ടിച്ചു. അത് നല്ലതെന്ന് കണ്ടു, അവയെ അനുഗ്രഹിച്ചു എന്നാ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സൃഷ്ടിപ്പ് നടത്തുമ്പോൾ ഇതെല്ലാം നല്ലത്. അപ്പോൾ ദൈവം നമ്മയും സൃഷ്ടിച്ചിട്ട് ദൈവം എന്താണ് എന്നത് പകൽക്കാലം നമ്മെ നോക്കി പറയുന്നത് കൊള്ളാം, നന്നായിരിക്കുന്നു എന്നാണോ? അതോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിലിരുന്ന് ദുഃഖിക്കുകയാണോ? എന്ന് പറഞ്ഞാൽ കൊള്ളാം, നല്ലത് എന്നാണ് ദൈവം നമ്മെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണോ? നമ്മൾ വചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പുകളെ കുറിച്ചും അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ചും എന്നിത്യാദി കാര്യങ്ങളെ വിഷയം തിരിച്ച് നമുക്ക് തിയോളജിക്കൽ ഇൻട്രസ്റ്റിന് വേണ്ടി പഠിക്കാം. കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം ഞാൻ കേട്ടു. ദൈവമല്ലാതെ ഒരുവന് പാസ്റ്ററായിരിക്കാം, ദൈവമല്ലാതെ ഒരുവന് ബൈബിൾ പ്രസംഗിക്കാം, ദൈവത്തെ കൂടാതെ പല കാര്യങ്ങളും ചെയ്യാം. അതൊക്കെ തിയോളജിക്കൽ ഇൻട്രസ്റ്റിങ്ങിന് വേണ്ടി പലതും ചെയ്യാം. ദൈവം അതിനുള്ള ബുദ്ധിയും ബോധവും ഒക്കെ മനുഷ്യന് തന്നിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ പഠിച്ചു പറയുന്നത് പോലെ ദൈവത്തെ കൂടാതെ ഇതെല്ലാം പ്രസംഗിക്കാം, പ്രാസവപ്പിച്ചൊക്കെ പ്രസംഗിക്കാം. പക്ഷെ വാസ്തവമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നത് ശുശ്രൂഷിക്കുകയും പങ്കുവെക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ വ്യാപരിക്കുന്ന ഒരു ജീവൻ അത് വെളിപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥമാണ്, നമ്മുടെ പ്രവൃത്തികൾ വ്യർത്ഥമാണ്, നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുവെന്ന് വെറുതെ പരസ്പരം പൊള്ളയായ വാക്കുകളിൽ ആശ്വസിച്ച് മുന്നോട്ട് പോകാമെന്നേ ഉള്ളൂ. ദൈവസന്നദ്ധിയിൽ അതിന് യാതൊരു അംഗീകാരവും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് 100% ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ക്രിസ്തുവിലാണ് നമ്മെ സൃഷ്ടിച്ചത്. ഈ കാണുന്ന ചരാചരങ്ങളെ മുഴുവനും ഭൂമിയിൽ നിന്നും മണ്ണിൽ നിന്നൊക്കെയാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷെ നമ്മെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്?
മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ആ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യൻ അതിക്രമങ്ങളാലും പാപങ്ങളാലും നിറഞ്ഞവരായി തീർന്നു, ഒന്നിനും കൊള്ളരുതാത്തവരായി തീർന്നപ്പോൾ മണ്ണിൽ നിന്നല്ല ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചത്. പിന്നെ എന്തിനാലാണ്? ദൈവവചനത്താൽ ക്രിസ്തുവേശുവിൽ നമുക്കൊരു പുതുജീവൻ നൽകി പുതിയ സൃഷ്ടിയാക്കി തീർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നിലവാരം, അതിൻ്റെ വിത്തിന്റെ ഗുണം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം പിന്നെ പറയുന്നുണ്ട്, അതത് തരം വൃക്ഷഫലം അതത് തരം ഫലത്തെ പുറപ്പെടുവിച്ചു. അതത് വൃക്ഷം അതത് ഫലത്തെ പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാൽ പ്ലാവിൽ നിന്നും ചക്ക ഉണ്ടാകുവാനിടയായിരുന്നു, മറ്റു ഫലങ്ങളൊന്നും അതിൽ നിന്നും ഉണ്ടാവുകയില്ല. മനസ്സിലായോ? മാവിൽ നിന്നും മാങ്ങ ഉണ്ടാകുക, അതാത് വൃക്ഷത്തിൽ നിന്നും അതാത് ഫലം പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർന്നപ്പോൾ, നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമായി തീർന്നപ്പോൾ, ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നപ്പോൾ ഈ വൃക്ഷത്തിന്റെ ഫലം വേണം നമ്മളിൽ നിന്നുണ്ടാകുവാൻ. മനസ്സിലായോ? അതായത് ജഡത്തിന്റെ ഫലങ്ങളുണ്ട്, ആത്മാവിന്റെ ഫലങ്ങളുണ്ട്. ഗലാത്യ ലേഖനത്തിൽ നമ്മളത് പഠിക്കുന്നുണ്ട്, അല്ലെ? അപ്പോൾ ക്രിസ്തുവിൽ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മിൽ നിന്നും അതാത് വൃക്ഷത്തിൽ നിന്നും അതാത് ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ എന്ത് വൃക്ഷമാണ്? ജഡത്തിൽ നിൽക്കുന്ന വൃക്ഷമാണോ, അല്ലെങ്കിൽ ആറ്റിരകത്ത് നട്ടിരിക്കുന്ന തക്കകാലം ഫലം പുറപ്പെടുവിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളാണോ? പ്രൈസ് ദി ലോർഡ്. അത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം എന്നാ പറയുന്നത്. അപ്പോൾ നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ട ഫലങ്ങളുണ്ട്, അത് പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. തിയോളജി പ്രസംഗിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, അല്ലെ? വചനം പറയുന്നില്ലേ, ദൂതന്മാരെ പോലെ സകലത്തെയും വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞാലും, ദൂതന്മാരെ പോലെ സംസാരിക്കാൻ കഴിഞ്ഞാലും, ലോകത്തിലുള്ള സകല കാര്യങ്ങൾ അറിഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്ന പോലെ ദൈവം കൂടെയില്ലെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് കൂടെയില്ലാത്ത സകല പ്രവൃത്തിയും ദൈവത്തിന്റെ മുൻപിൽ അറപ്പായിരിക്കുന്ന പ്രവൃത്തിയാണ്. മനുഷ്യന്റെ മുൻപിൽ ശ്രേഷ്ഠമായി തോന്നുന്ന പല കാര്യങ്ങളും ദൈവത്തിന്റെ മുൻപിൽ അറപ്പത്രേ, നികൃഷ്ടമത്രേ എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഭോഷന്മാരായി തീരരുത്. എഫെസ്യർ ലേഖനം 5:17 പറയുന്ന പോലെ ബുദ്ധിഹീനരാകാതെ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ്, ഭോഷന്മാരായി തീരാതെ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അവന്റെ ഇഷ്ടം ചെയ്യുവാൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ബുദ്ധിഹീനരായി തീരരുത്. നമുക്കൊന്ന് രണ്ട് വാക്യങ്ങളോട് വായിക്കാം. കൊലോസ്യ ലേഖനം 3-10 വാക്യം വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തെ പോലെ പരിജ്ഞാനമുള്ള ഒരു പുതുമനുഷ്യനായി നമ്മെ തീർത്തിരിക്കുന്നു. അപ്പോൾ ദൈവം ക്രിസ്തുവിൽ നമ്മെ സൃഷ്ടിച്ചപ്പോൾ, ജിനേഷ് എന്ന് പറയുന്ന വ്യക്തിയെ സൃഷ്ടിച്ചപ്പോൾ, ജിനേഷിന്റെ ആ ഉള്ളിൽ കിടന്ന പഴയ മനുഷ്യന്റെ പ്രവൃത്തികളെ ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ഇവിടെ പറയുകയാണ്, ദൈവത്തെ പോലെ ദൈവത്തിനൊത്തവണ്ണം പരിജ്ഞാനത്തിലാണ് ദൈവം നമ്മെ പുതിയ സൃഷ്ടിയാക്കി തീർത്തത്. വായിക്കാം. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവത്തെ പോലെ പരിജ്ഞാനമുള്ള, ദൈവത്തിന്റെ അത്രത്തോളം കപ്പാസിറ്റിയുള്ള ഒരു വിത്താണ് ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചെടിയാണ്, ഒരു മരമാണ് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. നമ്മിൽ നിന്നും പുറപ്പെടേണ്ടത് ദൈവത്തോളം വരുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തികളോളം വരുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിസാരക്കാരല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഉൽപ്പത്തി പുസ്തകം 1-11-20 വാക്യങ്ങൾ POC ബൈബിളിൽ വായിച്ചപ്പോഴാണ് എനിക്ക് ഈ ആശയത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചത്. സത്യവേദ പുസ്തകത്തിൽ ആ ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഒരു പക്ഷേ കിട്ടുമായിരിക്കാം, പക്ഷെ POC ബൈബിളിൽ വായിച്ചപ്പോൾ ദൈവം ഭൂമിയിൽ നിന്നും സൃഷ്ടിച്ചു, വെള്ളത്തിൽ നിന്നും സൃഷ്ടിച്ചു. എങ്കിൽ ഈ എന്നിൽ നിന്നും എന്താണ് സൃഷ്ടിച്ചത്? വെറും ഭൂമിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും ദൈവം ഇന്നീ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ച് മനുഷ്യർക്ക് അനുഗ്രഹമാക്കി കൊടുത്തുവെങ്കിൽ, എന്നിൽ നിന്ന് ദൈവം അതിലും ശ്രേഷ്ഠമായ ഒന്നല്ലേ ആഗ്രഹിക്കുന്നത്? അതിനു വേണ്ടിയിട്ടല്ലേ നമ്മളെ ക്രിസ്തുവിൽ പുതിയൊരു സൃഷ്ടിയാക്കി തീർത്തത് എന്നുള്ളൊരു ചിന്ത എന്നെ ഭരിക്കുവാനിടയായി തീർന്നപ്പോൾ നമ്മൾ നിസാരക്കാരല്ല എന്നുള്ളൊരു ചിന്ത, ഒരു ബോധ്യം ദൈവഹൃദയത്തിൽ തരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ പരിജ്ഞാനം പോലെയുള്ള. ഏദൻ തോട്ടത്തിൽ എന്താണ് പറഞ്ഞത്? ഈ പഴം തിന്നോ, നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പോൾ ദൈവത്തെ പോലെ ആകുന്നൊരു സാഹചര്യം തത്തുല്യമായി നമുക്ക് ദൈവം തരും. അത് ദൈവത്തിന്റെ അനുസരണത്തോടു കൂടി ജീവിക്കുന്നവർക്കാണ്, അല്ലെ? ക്രിസ്തുവിന്റെ ശരീരമാക്കി നമ്മെ ഇന്ന് തീർത്തിരിക്കുകയാണ്, അല്ലെ? അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ ആ ക്വാളിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരും. പക്ഷേ വളഞ്ഞ വഴിക്ക് സമ്പാദിക്കാൻ നോക്കിയപ്പോഴാണ് അവിടെ അപകടം സംഭവിച്ചത്. എന്നാൽ ഇവിടെ ദൈവം നമുക്ക് ദൈവത്തിന്റെ ഒരു കപ്പാസിറ്റി തന്നിരിക്കുകയാണ്. ചിന്ത, പ്രവൃത്തി, മനോഭാവം എന്നിവയിൽ ദൈവത്തോളം ഉന്നതമായ നിലവാരത്തിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവം നമ്മെ കപ്പാസിറ്റിയുള്ള ഒരു സൃഷ്ടിപ്പാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്.
കപ്പാസിറ്റി ഇല്ലാത്തൊരവസ്ഥയിലല്ല. പാപങ്ങളാലും അതിക്രമങ്ങളാലും മരിച്ചു കിടന്നിരുന്ന അവസ്ഥയിൽ നിന്നും കപ്പാസിറ്റിയുള്ള ദൈവപരിജ്ഞാനത്തിൽ അത്രത്തോളം പരിജ്ഞാനമുള്ളൊരു മനുഷ്യനാക്കി, ഒരു പുതിയ മനുഷ്യനാക്കി ക്രിസ്തുവിൽ നമ്മെ ദൈവം തീർത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ സ്വർഗീയ ആത്മീക സത്യങ്ങളാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. ഭൂമിയിലെ സകല അനുഗ്രഹങ്ങൾ കൊണ്ടല്ല ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ആയിരിക്കുന്ന സാഹചര്യത്തിൽ, ഏത് സാഹചര്യമായിക്കോട്ടെ, അതിൻ്റെ നടുവിൽ ഇവിടെ റോമാലേഖനത്തിൽ എപ്പോഴും നമ്മൾ വായിക്കുന്ന കാര്യമാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുഃഖമോ പീഡയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തോളം പരിജ്ഞാനമുള്ള ചിന്താഗതികൾ, പ്രവൃത്തികൾ, മനോഭാവങ്ങൾ, ഇതൊക്കെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ പഠിപ്പിച്ചപ്പോൾ നമ്മൾ ഈ കാര്യത്തിലൊക്കെയും എത്രയോ LKG പോലും കാണാത്ത സ്റ്റുഡൻസ് ആണ് എന്ന് ഞാൻ ചിന്തിക്കുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നില്ലേ, എല്ലാവരും നോക്കുന്നത് സ്വന്തം കാര്യമാണ്, ക്രിസ്തുവിന്റെ കാര്യമല്ല. ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ടല്ലേ, ഫിലിപ്പി ലേഖനം 2:20 വായിക്കണ്ട, ക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നത്. POC ബൈബിളിൽ ഇങ്ങനെയാണ്, എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, ക്രിസ്തുവിന്റെ കാര്യമല്ല. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ പുതുതായി സൃഷ്ടിച്ചിട്ടും നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങൾ സ്വന്തമായ ഫലങ്ങളാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങളൊന്നും പുറപ്പെടുന്നില്ല എന്ന സങ്കടത്തോടു കൂടെ പൗലോസ് അവിടെ ഓർപ്പിക്കുക. എല്ലാവരും നോക്കുന്നത് സ്വന്തം കാര്യമാണ്, കർത്താവിൻ്റെ കാര്യമല്ല എന്ന് പറയുക. പക്ഷേ ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, പുതിയ മനുഷ്യനാക്കി നമ്മെ സൃഷ്ടിച്ചപ്പോൾ ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇമോഷണൽ ആയിട്ടുള്ള ഒരു സെന്റിമെന്റൽ അപ്രോച്ചോട് കൂടിയുള്ള ഒരു പ്രവൃത്തിയല്ല ദൈവം ചെയ്തത്, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത്. നമുക്കുമുണ്ട് സെന്റിമെന്റലും അല്ലെങ്കിൽ ഇമോഷനായിട്ടുള്ള കാര്യങ്ങളെ എടുത്തുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കും. പക്ഷേ സെന്റിമെന്റ് ഇമോഷൻ അല്ല കാര്യം, പ്രാക്ടിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം. 1 സാമുവേൽ 15-ാം അധ്യായം 34-35 വാക്യങ്ങൾ വായിച്ചിട്ട് 16-ന്റെ 1-ാം വാക്യം കൂടി വായിക്കുമ്പോൾ ദൈവത്തിനൊരു കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇമോഷൻ അനുസരിച്ച് പ്രവർത്തിക്കാനല്ല. ഇമോഷൻ വേണം, അത് ശരിയാണ്. പക്ഷേ ചില സാഹചര്യത്തിൽ ഇമോഷൻ അല്ല, പ്രാക്ടിക്കൽ ആണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് ആ ദൈവത്തിന്റെ ഒരു ക്വാളിറ്റിയിലാണല്ലോ നമ്മെ ദൈവം ക്രിസ്തുവിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് വായിക്കാം. 1 സാമുവേൽ 15-ാം അധ്യായം 34-35 വാക്യങ്ങൾ. പിന്നെ ശമൂവേൽ രാമയിലേക്ക് പോയി, ശൗലും ശൗലിന്റെ ഗിബെയയിൽ അരമനയിലേക്ക് പോയി. ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. എങ്കിലും ശമൂവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. യഹോവയും താൻ ശൗലിനെ ഇസ്രായേലിനെ രാജാവാക്കിയത് കൊണ്ട് അനുതപിച്ചു. പ്രൈസ് ദി ലോർഡ്. ശൗൽ രാജാവിനെ രാജാവാക്കിയതിൽ ദൈവം അനുതപിക്കുകയാ, അവിടെ ഇമോഷൻ ഉണ്ടാവുകയാ. സാമുവേലും ദുഃഖിക്കുകയാ, അവിടെയും ഇമോഷൻ ഉണ്ട്, സെന്റിമെന്റലൊക്കെ ഉണ്ട്. പക്ഷേ അടുത്ത അധ്യായത്തിൽ 16-ന്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് വായിക്കാം. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബെത്ലഹേമ്യനായ ഇശായുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം ചോദിക്കുകയാണ്. 15-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലായി, ദൈവത്തിന് അനുതാപം ഉണ്ടാവുകയാ, സാമുവേലിനും ദുഃഖമുണ്ടാവുകയാ, രണ്ടുപേർക്കും ഒരേ മാനസികാവസ്ഥ ഉണ്ടാവുകയാ. പക്ഷേ ദൈവത്തിന്റെ കപ്പാസിറ്റി ദൈവം അവിടെ വെളിപ്പെടുത്തുകയാ. വീണ്ടും സാമുവേൽ അവിടെ സങ്കടപ്പെട്ട് ദുഃഖിച്ചിരിക്കുമ്പോൾ ദൈവം ചോദിക്കുക, അവിടെ ഇമോഷൻ അല്ല പ്രാധാന്യം, അവിടെ പ്രാക്ടിക്കൽ. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലേക്കാണ് ദൈവം നയിക്കുന്നത്. ദൈവം പറയുകയാണ്, സാമുവേലെ, നീ എത്രത്തോളം ദുഃഖിച്ചിരിക്കും? ഞാൻ അവനെ തള്ളിക്കളഞ്ഞിരിക്കെ നീ എത്രത്തോളം ദുഃഖിച്ചിരിക്കും? കൊമ്പിൽ തൈലം നിറച്ച് നീ പുറപ്പെടുക. ഒരു രാജാവിനെ, ദാവീദിനെ ഞാൻ കണ്ടിരിക്കുന്നു, നീ പോവുക എന്ന് പറയുക. അപ്പോൾ ഇമോഷൻ വേണ്ടെടുത്ത് ഇമോഷൻ ഉണ്ട്, പക്ഷേ പ്രാക്ടിക്കലായി ചിന്തിക്കേണ്ടടുത്ത് പ്രാക്ടിക്കലുമുണ്ട്. ഇപ്പോൾ ക്രിസ്തുവിൽ നമ്മെ ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിച്ചിരിക്കുക, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ സൃഷ്ടിച്ചിരിക്കുക. നമ്മളായിരുന്ന സാഹചര്യത്തിൽ നിന്നും നമ്മൾ വേർപെട്ട ഈ ദൈവസഭയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇമോഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വൈകാരികത അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ വൈകാരികതയിൽ നിന്നുകൊണ്ട് സാമുവേലിനെ പോലെ ദുഃഖിച്ച് കരയുവാനല്ല ദൈവം അവിടെ ആഗ്രഹിക്കുന്നത്, പ്രാക്ടിക്കലായി ചിന്തിക്കുവാനാണ്. അടുത്തത് എന്താണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഈ കപ്പാസിറ്റിയിലാണല്ലോ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദുഃഖവും സങ്കടവും ഒക്കെ ഉണ്ട്, പക്ഷെ അത് മാറ്റിക്കളഞ്ഞുകൊണ്ട്
അടുത്തത് ദൈവം എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റിയോട് കൂടി തന്നെയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാര്യം മനസ്സിലായോ? നമുക്കൊത്തിരി പുറകോട്ട് നോക്കുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലുള്ള ലക്ഷ്യത്തിന് വേണ്ടി ഓടുകയാ. പിൻപിലുള്ള ഇമോഷനും പിടിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അയ്യോ ഞാൻ അബ്രാഹത്തിന്റെ സന്തതിയല്ലേ, എനിക്ക് എങ്ങനെ ഈ കൃപായുഗത്തിലെ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ കഴിയും? 2000 വർഷമായിട്ട് പഴക്കമുള്ള പാരമ്പര്യത്തിലല്ലേ ഞാൻ. ഇമോഷൻസ് അവിടെ കിടക്കുന്നുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനപ്പെട്ടവരാണ്, ബെഞ്ചമിൻ ഗോത്രക്കാരനാണ്. അയ്യോ ഞാൻ ഈ രാജകീയ പദവി എങ്ങനെ മാറ്റി നിർത്തും, ന്യായപ്രമാണത്തെ എങ്ങനെ ഒഴിവാക്കി നിർത്തും? ഇമോഷൻസ് ഒരുപാട് കിടക്കുന്നുണ്ട്. പക്ഷെ ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനാക്കി പൗലോസിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇമോഷനല്ല പൗലോസിനെ ഭരിച്ചത്, പിൻപിലുള്ളത് അങ്ങോട്ട് മറന്നു. ഇമോഷൻസും കാര്യങ്ങളും സെന്റിമെന്റും ഒക്കെ മറന്നിട്ട് ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിളിക്ക് വേണ്ടി, അല്ലെങ്കിൽ വിളിക്ക് യോഗ്യമായ ലക്ഷ്യത്തിലേക്ക് വേണ്ടി അദ്ദേഹം ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു സൃഷ്ടിപ്പാണ് ദൈവം നമ്മളെ നടത്തിയത്, അല്ലെങ്കിൽ നമ്മിൽ നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരണം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ പ്രഥമ വ്യക്തിയായ പൗലോസിനെ ഇത്ര വലിയ ഒരു അവസ്ഥയിൽ നിന്നും വിടുവിച്ച് വേർതിരിച്ച് പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുൻപിലുള്ളതിനെ ലക്ഷ്യം വെച്ച് ഓടുവാൻ തക്കവണ്ണം ഒരു കപ്പാസിറ്റി ഉള്ള ഒരു സൃഷ്ടിയാക്കി തീർത്തുവെന്ന് നമുക്ക് ദൈവം കാണിച്ചു തന്നിരിക്കുക. പൗലോസ് പറഞ്ഞല്ലോ, ഏതൊരു മനുഷ്യനും രക്ഷിക്കപ്പെടുവാൻ, ഏതൊരു പാപിക്കും രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ദൃഷ്ടാന്തമായി എന്നെ നിർത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ പോലെ, കപ്പാസിറ്റിയുള്ള മനുഷ്യനെ പോലെ തന്നെയാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ ഓരോ വ്യക്തികളെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൃഷ്ടിപ്പ് ഒരു പുതു സൃഷ്ടിയാണ്. ക്രിസ്തുവിലാണ് നമ്മെ സൃഷ്ടിച്ചത്. മറ്റുള്ള ഒരു വസ്തുവിലൂടെ അല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ന്യായപ്രമാണത്തിന്റെ സൃഷ്ടിയല്ല നമ്മള്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിന്റെ രക്തത്താൽ, ക്രിസ്തുവിന്റെ കൃപയാലുള്ള സുവിശേഷത്താൽ ദൈവം നമ്മെ വിളിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തിരിക്കുക. നമ്മൾ വായിച്ചു, ഒരു പുതിയ സൃഷ്ടിയാക്കി നമ്മെ തീർത്തു. അതിക്രമങ്ങളാലും പാപങ്ങളാലും നിറഞ്ഞിരുന്ന മനുഷ്യരെ, ആ പഴയ മനുഷ്യനെ മാറ്റിക്കളഞ്ഞ് പുതിയൊരു മനുഷ്യനാക്കി ദൈവം നമ്മെ സൃഷ്ടിച്ചു. അത് സൽപ്രവർത്തികൾക്കായിട്ട് നമ്മെ സൃഷ്ടിച്ചു എന്നൊക്കെ നമ്മൾ വായിച്ചു. ഇമോഷനല്ല പ്രാധാന്യം നൽകേണ്ടത്, പാരമ്പര്യത്തിനല്ല, പുറകിലുള്ള ജീവിതത്തിനല്ല നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. മുൻപോട്ടുള്ള ദൈവം എന്താണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി ജാഗരിക്കുവാൻ, പിൻപിലുള്ള കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതുപോലെ അല്ലേ? ലോത്തിനോട് പറഞ്ഞു, നീ തിരിഞ്ഞു നോക്കരുത്. ഭാര്യ ഒന്ന് തിരിഞ്ഞു നോക്കി, ഉപ്പുതൂണായി തീർന്നു. ഇന്നും അത് അവിടെ നിൽക്കുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പോൾ പ്രാക്ടിക്കലായി ചിന്തിക്കണം. ലോത്തിനെ പോലെ പുറകോട്ട് തിരിയാതെ മുന്നോട്ട് പോകാൻ ദൈവസഭയ്ക്ക് കഴിയണം, ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് കഴിയണം. കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന അത്രത്തോളം കപ്പാസിറ്റിയിലാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22-ഉം 24-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മുമ്പിലത്തെ നടപ്പ് ഉപേക്ഷിച്ച്, പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, സത്യം, നീതി, വിശുദ്ധി എന്നിവ നിറയപ്പെട്ട ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുക, പുതിയ മനുഷ്യനാവുക എന്നുള്ളതാണ് എഫെസ്യ ലേഖനം 4-ാം അധ്യായം 22-ഉം 24-ഉം വാക്യങ്ങളെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. വായിക്കാം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത്ര നേരം പറഞ്ഞതിന്റെ രത്ന ചുരുക്കമായ ദൈവത്തിന്റെ ആത്മാവിൽ എഴുതപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. പറയുകയാണ്, മുൻപിലത്തെ നടപ്പ് ഉപേക്ഷിക്കപ്പെട്ടവരായി, പഴയ മനുഷ്യനെയും ഉപേക്ഷിക്കപ്പെട്ടവരായി. കാരണം എന്താ? പഴയത് കടന്നുപോയി, പിൻപിലുള്ളതിനെ നമ്മൾ മറന്നു. നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലല്ല, ക്രിസ്തു നമ്മളെ ഉയർപ്പിച്ചത് കൊണ്ട്, ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തത് കൊണ്ട് ഇവിടെ പറയുകയാണ്, സത്യം, നീതി, വിശുദ്ധി എന്നിവ നിറഞ്ഞവരായി ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ധരിക്കുവാൻ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവല്ലേ? തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഒക്കെ ദൈവം സൃഷ്ടിച്ചു, ദൈവാനുരൂപമായി സൃഷ്ടിച്ചു. ആ മനുഷ്യനൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ സാത്താൻ ഇടപെട്ടപ്പോൾ, ഇവിടെ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഉപായത്താൽ, ഈ ലോകത്തിന്റെ ചതിമോഹങ്ങളാൽ വഞ്ചിക്കപ്പെടരുത് എന്ന് അവിടെ പറഞ്ഞിരിക്കുക. സാത്താൻ ഏദൻ തോട്ടത്തിൽ ആദത്തെ ഹവ്വയും വശീകരിച്ച് ചതിച്ചതുപോലെ ആ ദൈവം കൊടുത്ത തേജസ്, ദൈവം കൊടുത്തിരിക്കുന്ന കപ്പാസിറ്റി, ദൈവം കൊടുത്തിരിക്കുന്ന ആ ഗ്ലോറി, ആ പ്രകാശം നഷ്ടപ്പെട്ട് പോയി തീർന്ന ആ മനുഷ്യരെ പോലെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, ആ സഭയിലെ ഓരോ വ്യക്തികൾക്കും നൽകിയിരിക്കുന്ന
മഹത്വവും അതിൻ്റെ കപ്പാസിറ്റിയും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായിത്തീരരുത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു കപ്പാസിറ്റിയുള്ള സൃഷ്ടിപ്പാണ്, ക്രിസ്തുവിലുള്ള സൃഷ്ടിപ്പാണ്, ദൈവ അനുരൂപമായിട്ടുള്ള സൃഷ്ടിപ്പാണ് എന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എങ്ങനെ ഒരു പഠിപ്പിക്കൽ? ദൈവവചനമല്ലാതെ നമുക്ക് പറഞ്ഞു തരാൻ മറ്റാരുമില്ല. അതുകൊണ്ട് നമ്മൾ ആരാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് തന്നെ ഉണ്ടാകണം. ശൗൽ രാജാവിന് താൻ രാജാവായിരിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നിന്റെ കണ്ണിൽ നീ നിസാരനാണെങ്കിലും നീ ഇസ്രായേലിനെ ഭരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത രാജാവാണ് നീ എന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ശൗലിന് തോന്നി ഞാൻ നിസ്സാരക്കാരനാണ്, അതുകൊണ്ടാണ് ഒളിച്ചിരുന്നതും ആളുകൾ പോയി പിടിച്ചു കൊണ്ടുവന്ന് രാജാവാക്കിയതും. എനിക്കത് വായിക്കുമ്പോൾ വളരെ ചിരി തോന്നും. ഒരു മനുഷ്യനെ രാജാവാകാൻ അന്വേഷിച്ചപ്പോൾ ചാക്കിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന ഒരു ശൗലിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് രാജാവാക്കുകയാണ്. അപ്പം അവൻ ചിന്തിച്ചു ഞാൻ നിസ്സാരക്കാരനല്ലേ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോഴൊക്കെയും ആ ഉത്തരവാദിത്ത ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റപ്പെടുമ്പോൾ അദ്ദേഹം വെറും പൈശാചികമായി പ്രവർത്തിച്ചുവെന്ന്, മാനുഷികമായി പ്രവർത്തിച്ചുവെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്കും അങ്ങനെയുള്ളൊരു അനുഭവത്തിലൂടെ ജീവിക്കുവാനല്ല, ജഡത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ഗലാത്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞുകൊണ്ട് 8-9 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതെല്ലാം നമ്മളിൽ നിന്ന് വരുന്നുണ്ടോ എന്ന്, വിശ്വാസത്തിൽ നമ്മൾ ഇരിക്കുന്നുവെന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകും. ലോകത്തിൻ്റെ ചതിമോഹങ്ങളാൽ വഞ്ചിക്കപ്പെട്ടു പോകരുത് എന്നാണ് ആ വാക്യം വായിച്ചത്. ആ വാക്യം ഒന്നുകൂടി വായിക്കാം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വാക്യം വീട്ടിൽ പോയി മണിക്കൂറുകളിൽ ഇരുന്ന് ധ്യാനിച്ചാൽ അനേകം ചിന്തകളെ നമുക്ക് കിട്ടുവാനിടയായിത്തീരും. ചതിമോഹങ്ങളായി നമ്മൾ വശീകരിക്കപ്പെട്ട് ദൈവം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാതെ പോകാതെ ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹത്തിലേക്ക്, ഈ പുതിയ മനുഷ്യൻ എന്നുള്ള തിരിച്ചറിവിലേക്ക്, ദൈവാനുരൂപമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്ന് പകൽക്കാലം. പ്രൈസ് ദി ലോർഡ്. അത് സഭമുഖാന്തരം അത് വെളിപ്പെടുത്തി ദൈവം തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയർ 2:5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, ക്രിസ്തുയേശുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. മണ്ണിൽ നിന്നും ദൈവം ചിലതൊക്കെ സൃഷ്ടിച്ചു, നമ്മൾ ചിന്തിച്ചു. ജലത്തിൽ നിന്നും ദൈവം സൃഷ്ടിപ്പ് നടത്തി. എന്നാൽ ക്രിസ്തുവിൽ സൃഷ്ടിച്ച നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ പോലെയുള്ള ഒരു മനോഭാവം. ചുരുക്കത്തിൽ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ചുരുക്കത്തിൽ ഒരു 10ഓളം പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കുവാനിടയായിത്തീർന്നു. ഞാനത് ക്രമമായിട്ടൊന്ന് പറയാം. ക്രിസ്തുവിൽ ഒരു പുതുമനുഷ്യനായി നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാ. മുൻപിലത്തെ നടപ്പ് ഉപേക്ഷിക്കപ്പെട്ടവരായിരിക്കണം, പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചവരായിരിക്കണം, യേശു ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായിരിക്കണം, സത്യം, നീതി, വിശുദ്ധി എന്നിവ നിറഞ്ഞവരായിരിക്കണം, ഒരു പുതിയ സൃഷ്ടിയായിരിക്കണം, സൽപ്രവൃത്തികൾക്കായിട്ടാണ് നമ്മെ ദൈവം സൃഷ്ടിച്ചത് എന്നുള്ള ബോധ്യമുള്ളവരായിരിക്കണം, ദൈവപരിജ്ഞാനമുള്ളവരായി അല്ലെങ്കിൽ ദൈവത്തോളം കപ്പാസിറ്റി ഉള്ളവരായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ദൈവാനുരൂപമായി നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായിട്ട് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. തന്നെയുമല്ല, ആത്മാവിൻ്റെ ഫലങ്ങൾ നിറയപ്പെട്ടവരായി ആ ഫലങ്ങൾ കായ്ക്കുവാൻ വേണ്ടി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു 10 പോയിന്റ് മാത്രമേ ക്രിസ്തുവിൽ നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് പറയാൻ സാധിച്ചുള്ളൂ. ഇനി അനേകം കാര്യങ്ങൾ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിലൂടെ സൃഷ്ടിക്കപ്പെട്ട നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുക. അവിടെയാണ് പൗലോസ് വീണ്ടും സങ്കടത്തോടെ പറയുന്നത്, എല്ലാവരും അന്വേഷിക്കുന്നത്. ഫിലിപ്പിയർ 2:20-21 വാക്യങ്ങളിൽ പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുന്നത്. അല്ലേ? നമ്മളെല്ലാവരും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയല്ലേ? പക്ഷേ അപ്പോസ്തലൻ വിഷമത്തോടുകൂടി പറയുകയാണ്, ഞാൻ പിൻപിലുള്ളതെല്ലാം മറന്നുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് വേണ്ടി പോവുകയാ. പക്ഷേ എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, ക്രിസ്തുവിൻ്റെ കാര്യമല്ല എന്ന് സങ്കടത്തോടെ പറയുകയാണ്. അപ്പോൾ ദൈവം നമ്മെ ക്രിസ്തുവിൽ സൃഷ്ടിച്ചുവെങ്കിൽ, ക്രിസ്തുവിൽ സൃഷ്ടിച്ച നമ്മിൽ നിന്നും അതാത് വൃക്ഷത്തിൽ നിന്നും അതാത് ഫലം പുറപ്പെടുവിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്ന കൽപ്പന പ്രകാരം നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ട കാര്യങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങളാണ് എന്നുള്ളത് ദൈവസഭ അറിഞ്ഞിരിക്കണം.
ദൈവസഭ എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഉൾപ്പെടെയുള്ള എല്ലാവരും അതറിഞ്ഞിരിക്കണമെന്നുള്ളത് വാസ്തവമായും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദൈവവചനം എപ്പോഴും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും നമ്മുടെ ക്രമീകരണത്തിനൊക്കെയും ദൈവം വെച്ചിരിക്കുകയാ. തിമോഥെയോസിനോട് അപ്പോസ്തലനായ പൗലോസ് ഉപദേശിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം വായിച്ചാലും 1-ാം അധ്യായം വായിച്ചപ്പോൾ കിട്ടിയ ചിന്തയിൽ നിന്നാണ്, ദൈവം തന്ന സന്ദേശത്തിൽ നിന്നുമാണ് ഞാൻ സംസാരിച്ചത്. ആഴമായിട്ടുള്ളൊരു ചിന്ത ദൈവം നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നൽകിയിരിക്കുക. നമ്മൾ ആരാണെന്നുള്ളൊരു ബോധ്യം, നമ്മളിൽ നിന്നും പുറപ്പെടേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ കപ്പാസിറ്റി മനസ്സിലാക്കി. നമ്മുടെ കണ്ണിൽ നമ്മൾ നിസ്സാരന്മാരായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾ നിസ്സാരക്കാരല്ല. ദൈവാനുരൂപമായി ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടുകൂടി ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് യോഗ്യമായ ഫലങ്ങൾ പുറപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു ഞായറാഴ്ച വന്ന് ആരാധിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല. വാസ്തവമായും ദൈവം നമ്മെ നോക്കുമ്പോൾ, എന്നോടുകൂടിയാണ് ഈ ഉപദേശം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് സഭ മുഖാന്തരം അത് വെളിപ്പെടുത്തുമ്പോൾ, അല്ലേ, എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സഭ മുഖാന്തരം അത് വെളിവായി വരുന്നു. മറ്റൊരു ഓഫീസ് വഴിയും ഇത് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് സാധ്യമല്ല. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിപ്പാൻ വേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മുടെ കപ്പാസിറ്റി നമ്മളെ തിരിച്ചറിയിപ്പിച്ചിരിക്കുകയാണ്. അതിനൊത്തവണ്ണം വിളിക്ക് യോഗ്യമായ നിലയിൽ മുന്നോട്ട് ജീവിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. വിളിയനുസരിച്ച് എല്ലാവർക്കും പ്രസംഗിക്കാൻ അറിയില്ല, എല്ലാവർക്കും ഒരുപക്ഷെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പണം മുടക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല, എല്ലാവർക്കും ഒരുപക്ഷെ ട്രാക്ട് എഴുതി കൊടുക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല, എല്ലാവർക്കും പരസ്യയോഗങ്ങൾ നടത്തുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഒരു ഗുണവുമില്ലാതെ ഒരു മനുഷ്യനെയും ക്രിസ്തുവിൽ ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമായി മനസ്സിലാക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ രഹസ്യമായ പ്രാർത്ഥനയിലായിരിക്കും ഈ ദൈവസഭ നിന്നു പോകുന്നത്. ദൈവസഭ നിന്നു പോവുകയല്ല, നിലനിന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. മുന്നോട്ട് വളരുന്നത് അതിന് വളമായ ദൈവസന്നിധിയിലെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന അതാവശ്യമാണ്. അതും ഒരു ശുശ്രൂഷയാണ്. ഇതെല്ലാം മനസ്സിലാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളോ കുറവുകളോ ഒന്നും വിളിച്ചു പറയാതെ ഐക്യത്തിൽ ഈ സത്യം മനസ്സിലാക്കി ക്രിസ്തുവേശുവിൽ ദൈവം നമ്മെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിനൊത്തവണ്ണം അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട്, അല്ലേ, പറയില്ലേ, ഞാൻ തറവാട്ടിൽ പിറന്നവനാ, എൻ്റെ തറവാട്ടിൽ പിറന്നവരാരും അങ്ങനെ ചെയ്യാറില്ല എന്നൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ പറയാറുണ്ടല്ലേ. പ്രിയമുള്ളവരെ, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാ. ആ ഒരു ക്വാളിറ്റിയും കപ്പാസിറ്റിയും ഞാൻ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ആ കാര്യത്തിൽ നമ്മൾ അഭിമാനിക്കണം. നമ്മുടെ പഴയ പാരമ്പര്യത്തിലല്ല, അത് നമ്മൾ പണ്ടേ മറന്ന് ചപ്പിലും ചവറിലും ഇട്ട് കളഞ്ഞ കാര്യങ്ങളാണ്. ഇമോഷൻസിനൊന്നും അല്ല അവിടെ പ്രാധാന്യം, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. അല്ലേ, നീ എന്തിനു ദുഃഖിച്ചിരിക്കുന്നു, അടുത്ത കാര്യത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങുക എന്നുള്ളതാണ് ദൈവത്തിന് പറയാനുള്ളത്. സങ്കടപ്പെട്ട് ദുഃഖിച്ച് ഓരോ കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കാനല്ല ദൈവം നമ്മളെ ക്രിസ്തുവിൽ സൃഷ്ടിച്ചത്. മുന്നോട്ട് എന്താണ്, തുടർന്ന് എന്താണ്, നാളേക്ക് എന്താണ്, കർത്താവിൻ്റെ വരവരെയും എന്താണ്, ഇത് ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സന്ദേശം വാസ്തവത്തിൽ ഈ സന്ദേശമാണ് ദൈവം തന്നത്. അതോടൊപ്പം ഒരു ചിന്ത, ദൈവം തന്നൊരു ചിന്ത കൂടി അതിനോടൊപ്പം ഞാൻ പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ സൃഷ്ടിപ്പ് നടത്തുമ്പോൾ നമുക്കറിയാം, ഭൂമി, സമുദ്രം, നദി, നീരുറവ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങള്, അല്ലേ, ഇതെല്ലാം മനുഷ്യനെ സൃഷ്ടിക്കുന്നു, മനുഷ്യനെ സന്താന പുഷ്ടിയുള്ളവരാക്കി തീർക്കുന്നു. എല്ലാം ദൈവം നല്ലതെന്ന് കാണുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു സൃഷ്ടിപ്പ് ദൈവം നടത്തിയതാ നമ്മൾ ഉൽപ്പത്തിയിൽ നമ്മൾ കാണുകയാ. എന്നാൽ ഇതനുസരിക്കാത്തൊരു ജനത്തിന്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 8ന്റെ ഒരു പണി ദൈവം ഒരുക്കിയിട്ടിരിക്കുക. ഞാനത് ചിന്തിക്കുവാൻ കാരണം, വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലാണ് ദൈവത്തിൻ്റെ ഈ 8ന്റെ പണികൾ അവിടെ കിടക്കുന്നത്. ഞാനത് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ 8ന്റെ പണി കൊടുത്തിട്ടും പഠിക്കാത്തവർക്ക് 8+8 16ന്റെ പണി വെളിപ്പാട് 16-ാം അധ്യായത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ന് ആനുകാലികമായിരിക്കുന്ന ഒരു ടേംസ് ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയാറില്ലേ, അവൻ 8ന്റെ പണി കിട്ടി. ചിലർ പറയും അവന് 8ന്റെ അല്ല 8+8 16ന്റെ പണി കിട്ടി എന്ന് ചിലർ പറയാറുണ്ടല്ലേ. വാസ്തവമായി ഇതൊന്നും വെറുതെ പറയുന്നതല്ല കേട്ടോ. പുരോഹിതൻ കർത്താവിൻ്റെ ക്രൂശിനെ മരണത്തെക്കുറിച്ച് പ്രവചിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അവനത് വെറുതെ പറഞ്ഞതല്ല, കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് അവൻ പ്രസ്താവിക്കുകയായിരുന്നു, പ്രവചിക്കുകയായിരുന്നു പുരോഹിതൻ എന്ന നിലയിൽ എന്ന് പറയുന്നത് പോലെ. 8ന്റെ പണി എന്ന് പറയുന്ന ഈ ലോകത്തോട് ദൈവം മുൻകൂട്ടി
വെളിപ്പാട് 8-ാം അധ്യായത്തിൽ ചില പണികൾ വെച്ചിട്ടുണ്ട്. അത് കേട്ടിട്ടും മനസ്സിലാക്കാത്തവർക്ക് 16-ാം അധ്യായത്തിൽ 8+8 16-ന്റെ പണിയും അവിടെ വെച്ചിട്ടുണ്ട്. രസകരമായത് ദൈവം എൻ്റെ ഹൃദയത്തിൽ ചിന്തിപ്പിക്കാനിടയായിത്തീർന്ന് ഞാനൊന്ന് ചെറിയ രീതിയിലൊന്ന് പരാമർശിച്ചു പോകാം. നമ്മുടെ സന്ദേശം കഴിഞ്ഞു എങ്കിലും ഞാൻ പറയുകയാണ്. അതായത് കാഹള ന്യായവിധി 8-ന്റെ പണി എന്ന് പറയാം, കലശ ന്യായവിധി 16-ന്റെ പണി എന്ന് നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ഭൂമി കർത്താവ് സൃഷ്ടിച്ച സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തിയിൽ കണ്ടു. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ്, ഭൂമിയിൽ 1/3 വെന്തുപോയി, സമുദ്രത്തിൽ 1/3 ചത്തുപോയി, കപ്പലുകളിൽ 1/3 നശിച്ചുപോയി, നദീ നീരുറവ ഇതിൽ 1/3 കാഞ്ഞിരം പോലെയായി കുടിക്കാൻ പറ്റാതെയായി, സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം 1/3 ഇരുണ്ടുപോയി, 5 മാസം 8 കിളിബാധ, 1/3 ജനം മരിക്കുന്ന മഹായുദ്ധം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ പറഞ്ഞാൽ കേൾക്കാത്ത അനുസരിക്കാത്ത ജനത്തിന് 8-ന്റെ പണി കൊടുത്തുകൊണ്ട് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ 1/3 വ്യവസ്ഥകളെ തകർത്തുകൊണ്ട്, എന്തൊക്കെയാണ്? ഭൂമി, സമുദ്രം, നീരുറവ, കപ്പലുകൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം എന്നിവ തകർത്തുകൊണ്ട് 1/3 തകർക്കുന്നുള്ളൂ. ബാക്കി 2 ഭാഗം അവിടെ ശേഷിക്കുന്നുണ്ടെന്ന് ഓർക്കണം. അത് 8-ന്റെ പണി. ഇനി ഇത് കേട്ടിട്ടും അവിടെയൊന്നും ജനം മാനസാന്തരപ്പെടുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തെ ദുഷിക്കുകയല്ലാതെ അവർ മാനസാന്തരപ്പെട്ടില്ല. അങ്ങനെയുള്ളവർക്ക് 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 8+8 16-ന്റെ പണി, ആ പണി കൂടി നമുക്കൊന്ന് നോക്കാം. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മൃഗത്തിന്റെ മുദ്ര, പ്രതിമ ഇവയെ നമസ്കരിക്കുന്നവർക്കും ഏൽക്കുന്നവർക്കും ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുണ്ടായി. തന്നെയുമല്ല സമുദ്ര ജീവികൾ എല്ലാം ചത്തു. 8-ന്റെ പണിയിൽ 1/3 സമുദ്രജീവികളാ ചത്തതെങ്കിൽ 16-ന്റെ പണിയിൽ കംപ്ലീറ്റ് ആയിട്ട് ദൈവം സമുദ്രത്തിലെ സകലത്തെയും ദൈവം നശിപ്പിക്കുക. 8-ാം അധ്യായത്തിൽ 1/3 വ്യവസ്ഥകളെ തകർക്കുന്നുള്ളൂ. ഇന്ന് തന്നെ നമുക്കറിയാം, ഒരു യുദ്ധമുണ്ടായിട്ട് ഇന്ധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയാതെ നമ്മുടെ അടുക്കളയിൽ പോലും അതിൻ്റെ ക്ഷാമവും ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ, അല്ലേ? കേരളക്കരയിൽ പല ഹോട്ടലുകളും അടച്ചു, വീടുകളിൽ ഭക്ഷണം വയ്ക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, മനുഷ്യൻ വിലക്കയറ്റത്താൽ ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടം ഇന്ന് കൃപായുഗത്തിലുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഇനി വരാനിരിക്കുന്ന പണി എന്ന് പറയുന്നത് 8-ന്റെ പണിയും പ്ലസ് 16-ന്റെ പണിയും വരാൻ പോവുകയാണ്. 16-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ കാണുമ്പോൾ പറയുകയാണ്, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു. അതായത് 8-ന്റെ പണിയും 16-ന്റെ പണിയും കൊടുത്ത ദൈവമേ, നീ ചെയ്തതിൽ നീ നീതിമാനാണെന്ന് സ്വർഗത്തിലെ ദൂതന്മാർ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. താഴേക്ക് ഒരു വാക്യം കൂടി വായിക്കാം. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. യോഹന്നാൻ കേൾക്കുകയാ. ഇത്രയും കഠോരമായ കൈകൾ ദൈവം ചെയ്യുമ്പോൾ 1/3 വ്യവസ്ഥകളെ നശിപ്പിച്ച് അതിലും മനസ്സാന്തരപ്പെടാത്ത ജനങ്ങൾക്ക് വേണ്ടി സകലതും നശിപ്പിക്കുന്ന ഒരു ദൈവത്തെ, എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചൊരുക്കി മനോഹരമാക്കി നല്ലതെന്ന് കണ്ട് അനുഗ്രഹിച്ച ദൈവം ഇതിനു യോഗ്യമായ ഫലം പുറപ്പെടുവിക്കാത്ത ജനത്തെ ശിക്ഷാ നടപടിയിലേക്ക് കടത്തിവിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവമുണ്ടാക്കിയതിനെ ദൈവം തന്നെ നശിപ്പിക്കുന്ന കാഴ്ചയാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 8-ന്റെ പണി കൊടുത്താലും 16-ന്റെ പണി കൊടുത്താലും നന്നാവാത്തവർ തുടർന്ന് വെള്ളസിംഹാസനത്തിന് മുൻപിൽ നിന്നുകൊണ്ട് പുസ്തകത്തിൽ പേരെഴുതി കണ്ടില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്, എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിച്ച രക്ഷകൾ ഏറ്റെടുത്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, പാപം ചെയ്തതുകൊണ്ടല്ല, പാപത്തിന് പരിഹാരം വരുത്തിയ കർത്താവിൽ വിശ്വസിച്ചത് ഏറ്റെടുക്കാൻ വിമുഖത കാണിച്ചവർ നിത്യനാശത്തിലേക്ക്, സാത്താനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യനരകത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു സന്ദേശം കൂടി ആനുകാലികമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ ചിന്തയും പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. ഈ സന്ദേശത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്താണ് ചുരുക്കത്തിൽ പറഞ്ഞത്? ക്രിസ്തുവിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു കപ്പാസിറ്റിയിൽ നമ്മൾ ജീവിക്കേണ്ടതും ഫലം പുറപ്പെടുവിക്കേണ്ടതും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കാത്തവർക്ക് വരാനിരിക്കുന്നത് 8-ന്റെയും 16-ന്റെയും പണികളും അവസാനം നിത്യ നരകത്തിലേക്കുമാണ് എന്നുള്ളത് ചിന്തിച്ചുകൊള്ളുക. കൃപയാൽ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആഴമായ വിശ്വാസത്താൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായെന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിന് അവകാശികളായി, കൂട്ടവകാശികളായി
ദൈവം നമ്മെ ആക്കി തീർത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് വേഗത്തിൽ സംഭവിക്കും. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.